ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് RCM ഓൺ റെന്റിനെ കുറിച്ചിട്ടാണ്. അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പോൾ റെന്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് GST കുറിച്ചിട്ടും RCMനെ കുറിച്ചിട്ടും FCMനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു ഇത് ഞാൻ ഫ്രൈറ്റ് ചാർജ് ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ RCMന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നുള്ള ഒരു കമന്റ് ആയിരുന്നു RCM ഓൺ റെന്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും പിന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ്. വർക്ക് ചെയ്യുമ്പോഴാണല്ലോ സംശയങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ RCM ഓൺ റെന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് RCM അല്ലെങ്കിൽ എന്താണ് FCM എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. FCM എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ചാർജ് മെക്കാനിസം. അതായത് സാധാരണ കേസിൽ എങ്ങനെയാണ് GST വർക്ക് ചെയ്യുക? A എന്നുള്ള ഒരു ബയർ B എന്നുള്ള ഒരു സെല്ലർ അടുത്തുനിന്ന് ഗുഡ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ Aയുടെ അടുത്ത് ഗുഡ്സ് കിട്ടി. A എന്ത് ചെയ്തു? അതിനുള്ള പൈസ Bക്ക് കൊടുത്തു. അപ്പോൾ ഗുഡ്സിൻ്റെ പൈസ ഇപ്പോൾ 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനോട് കൂടിയുള്ള ടാക്സും കൂടി എന്താണ് A Bക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ FCMൻ്റെ കേസിൽ സെല്ലറുടെ ഉത്തരവാദിത്തമാണ് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ Bയുടെ ഉത്തരവാദിത്തമാണ് Aയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ടാക്സ് B ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. Aയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഗുഡ്സിൻ്റെ പൈസ Bയുടെ ഇൻകമാണ്, ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. എന്നാൽ എല്ലാ കേസിലും ഈ FCM അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ചില കേസിൽ RCM ആണ് അപ്ലിക്കബിൾ ആവുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് റെൻറ്റിൻ്റെ RCMനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. എപ്പോഴാണ് ഈ റെൻറ്റിന് RCM അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ലാൻഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, എന്നാൽ വാടകക്കാരനാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയുള്ള കേസിന് ലാൻഡ് ലോഡിന് എന്താണ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, കാരണം ലാൻഡ് ലോഡ് അൺരജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവിടെ ടാക്സ് ആരുടെ ബാധ്യതയായിട്ട് വരികയാണ്? ടെനൻറ്റിൻ്റെ, അതായത് വാടകക്കാരൻ്റെ ബാധ്യതയായിട്ട് വരികയാണ് ചെയ്യണത്. അപ്പോൾ വാടകക്കാരൻ എന്ത് ചെയ്യണം? ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു റൂം റെൻറ്റിന് എടുക്കണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു കേസ് വരിക. അപ്പോൾ അതിനുള്ള ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. പക്ഷേ നമുക്ക് എന്താണ് തിരിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് മന്തിൽ അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ടാലിയിൽ അതിൻ്റെ മെക്കാനിസം ഒക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് GST ഒക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പർച്ചേസിൻ്റെ എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് റെൻറ്റ് നമ്മൾക്ക് ബുക്ക് ചെയ്യണ ഒരു എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് പർച്ചേസ് ആണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്, കാരണം നമുക്ക് റെൻറ്റ് ആദ്യം ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ഈ ഒരു മോഡിലാണ്, പർട്ടിക്കുലേഴ്സ് മോഡിലാണ് ചെയ്യേണ്ടത്. ഐറ്റമാണ് വന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മോഡ് ചേഞ്ച് ചെയ്യുക? ചേഞ്ച് മോഡ്, റൈറ്റ് ക്ലിക്ക് ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ടിങ് ഇൻവോയ്സ് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു മോഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര്, അപ്പോൾ നമുക്ക് എന്താണ് ലാൻഡ് ലോഡിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ടോം എന്ന് കൊടുക്കാം. ടോം ആരാണ്? ലാൻഡ് ലോഡാണ്. എൻ്റർ. സൺഡ്രി ക്രെഡിറ്റർ കൊടുക്കാനുള്ള ആളാണല്ലേ. അപ്പോൾ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് നമ്മളെ എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് എന്താണ് ഈ പാർട്ടി ആരാണ്? അൺരജിസ്റ്റേർഡ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അൺരജിസ്റ്റേർഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? റൂം റെൻറ്റ് എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്.
ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. GST ആപ്ലിക്കബിലിറ്റിയിൽ ആപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ചോദിക്കും GST റേറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ടാക്സബിൾ. ഇവിടെ നമുക്ക് റേറ്റ് കൊടുക്കാം, 18% കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ചോദിക്കും ആപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് RCM ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ എസ് കൊടുക്കണം. ഇവിടെ സർവീസ് ലെഡ്ജറിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. സർവീസ് ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 50,000 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ടാക്സ് കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ടാക്സിൻ്റെ ലെഡ്ജർ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ഇൻപുട്ട് CGST അണ്ടർ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഇവിടെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. GSTയിലേക്ക് കൊടുത്തു, CGST. ഇവിടെ CGSTയിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ടാക്സ് ഒന്നും വന്നിട്ടില്ല. എന്താണ് കാരണം? നമ്മൾ RCM ആപ്ലിക്കബിൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ബില്ലിൽ ടാക്സ് കാണിക്കില്ല. പക്ഷേ ടാക്സ് ബില്ലിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ്, അതിൻ്റെ ടാക്സ് വന്നിട്ടില്ല എന്നില്ല, അതിൻ്റെ ടാക്സ് വന്നിട്ടുണ്ട്. അത് എവിടെയാണ് കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, റിലേറ്റഡ് റിപ്പോർട്ട്സ്. കൺട്രോൾ ഓടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ടാക്സ് അനാലിസിസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 50,000, അതിൻ്റെ മുകളിൽ ടാക്സ് 9,000 വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ നമുക്ക് F5ൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4,500 ആയിട്ടുള്ള ടാക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബില്ലിൽ ടാക്സ് കാണിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ടാക്സിൻ്റെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്താണ് വെറുതെ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗർ ഓട്ടോമാറ്റിക്കലി GSTR 3Bയിൽ റിഫ്ലക്റ്റ് ചെയ്യും. GSTR 3Bയിലെ 2 സ്ഥലത്ത് കാണിക്കും. ഒന്ന് ഇൻപുട്ട് ടാക്സ് നമുക്ക് എലിജിബിൾ ആയിട്ട് കാണിക്കും, മറ്റേത് എന്താണ് ഔട്ട്വേർഡ് സപ്ലൈയിൽ നമുക്ക് കാണിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. കാരണം നമുക്കൊരു ടാക്സ് അവിടെ വന്നിട്ടില്ല. നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്, ബില്ലിൽ കാണിച്ചാൽ ടാക്സ് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾക്ക് ഈ ഒരു ടാക്സിനെ നമ്മൾക്ക് കൊടുക്കാനുള്ള ടാക്സ് ആയിട്ട് നമുക്ക് കാണിക്കണം. 2 കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് എന്താണ് അതിനെ കൊടുക്കാനുള്ള ടാക്സ് ആക്കണം, അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈലബിൾ ആക്കും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ജേണൽ എൻട്രി ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, അതിൽ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, സ്റ്റാറ്റ്യൂട്ടറി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും GST. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇൻക്രീസിങ് ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇത് രണ്ടും നമുക്ക് ഒരേ സമയം ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് പർച്ചേസ് ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ. അൺരജിസ്റ്റേർഡ് ഡീലർ നിന്നാണല്ലോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ പുതിയൊരു ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ചിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ്. ഇതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് കറണ്ട് അസറ്റിലേക്കാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 9,000, അതായത് ടോട്ടൽ ഫിഗറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എൻ്റർ അടിച്ചു. ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അതായത് ഇനി നമുക്ക് ബാധ്യതയാക്കിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ GSTയുടെ നമ്മൾ ക്യാഷ് ലെഡ്ജറാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള CGSTയുടെ ലെഡ്ജർ അല്ല, അത് ടാക്സ് ലെഡ്ജറാണ്. ഇത് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, റിവേഴ്സ് ചാർജ്. അപ്പോൾ നമ്മൾ എന്താണ് ക്യാഷ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് Alt+C അടിച്ചിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം CGST RCM പേയബിൾ എന്ന ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അണ്ടർ കറണ്ട് ലയബിലിറ്റി ബാധ്യതയാണ്, അതുകൊണ്ട് ഇവിടെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ 4,500 കൊടുത്തു. ഇതേപോലെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? SGST RCM പേയബിൾ. ഇതിൻ്റെയും അണ്ടർ എന്ത് തന്നെയാണ് കൊടുക്കേണ്ടത്? കറണ്ട് ലയബിലിറ്റി തന്നെയാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ.
ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും CGST RCM പേയബിൾ, SGST RCM പേയബിൾ കറന്റ് ലാബിലിറ്റിയിൽ കിടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അസറ്റ് സൈഡിൽ ടാക്സ് ഓൺ റിവേഴ്സ് ചാർജും വന്നിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള ബാധ്യതയും വന്നു, ഇവിടെ നമുക്ക് വന്നു. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഈ ടാക്സ് ഓൺ റിവേഴ്സ് ചാർജിനെ നമുക്ക് നമ്മൾക്ക് കിട്ടാനുള്ള ടാക്സ് ആക്കിയിട്ട് മാറ്റണം. എന്നാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. കൊടുക്കാനുള്ള ടാക്സിനെ ആക്കണം, അതേപോലെ തന്നെ കിട്ടാനുള്ള ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് എടുക്കണം. അപ്പോൾ അതിന് നമ്മൾ വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ആ എൻട്രി നമ്മൾ ജേണലിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ജേണലിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഡെബിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പം നമ്മൾ CGSTയും SGSTയും നമുക്ക് ടാക്സ് ആയിട്ട് വരണം അല്ലേ? അപ്പോൾ ടാക്സിൻ്റെ ലെഡ്ജറാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുന്നേ നമ്മൾ ടാക്സിൻ്റെ ലെഡ്ജർ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ അത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ലെഡ്ജറായിട്ടാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം? ഇൻപുട്ടും അതേപോലെ തന്നെ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം ഇൻപുട്ട് CGST. അപ്പോൾ ഇൻപുട്ട് CGSTയിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 4500 കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഡെബിറ്റിൽ എന്ത് കാണിക്കണം? ഇൻപുട്ട് SGST. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇൻപുട്ട് SGST. ഇത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ഇവിടെ നമുക്ക് GSTയിലേക്ക് കൊടുത്തു, SGSTയിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് 4500 കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ലെഡ്ജറും നമ്മൾ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് തന്നെയാണ്. ഇത് ടാക്സ് ലെഡ്ജറാണ്. ഇനി ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ് ചെയ്യേണ്ടത്? മുമ്പ് നമ്മളൊരു ടാക്സ് ഓൺ റിവേഴ്സ് ചാർജിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിനെ ഇല്ലാതെയാക്കിയിട്ട് നമ്മൾ ഈ ടാക്സിലേക്ക് അതിനെ വരുത്തുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണിക്കാം ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു, എൻ്റർ, എൻ്റർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും CGST RCM പേയബിൾ, SGST RCM പേയബിൾ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് ഇപ്പോൾ ഇവിടെ ഇല്ല. അതിന് പകരം ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ -9000. എന്താണ് ഈ മൈനസ് എന്നോട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അതായത് ഇൻപുട്ട് ടാക്സ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് കൂടുതൽ വന്നതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് GST റിപ്പോർട്ടിൽ എന്താണ് കാണിക്കുക? റീഫണ്ടബിൾ ആയിട്ടാണ് കാണിക്കുക. അപ്പോഴാണ് മൈനസ് ആയിട്ട് കാണിക്കുക. കൊടുക്കാനുള്ളതാണെങ്കിൽ എന്താണ്? അത് പ്ലസ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യണം. ഒന്ന് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ സെയിം ഇത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതായിട്ടും കാണിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? CGST RCM പേയബിൾ. ഇവിടെ നമുക്ക് കറണ്ട് ബാലൻസ് കാണിക്കും. 4500 കാണിച്ചു. വീണ്ടും നമ്മൾ ഡെബിറ്റിൽ കാണിച്ചു. അടുത്തത് എന്താണ് കാണിക്കേണ്ടത്? SGST RCM പേയബിൾ 4500 കാണിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് ക്യാഷോ ബാങ്കോ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് കൊടുക്കുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. നമുക്കിനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ? ബാലൻസ് ഷീറ്റ് എടുത്തു. ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും CGST RCM പേയബിളും ഇല്ല, SGST RCM പേയബിളും ഇല്ല. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ 9000 മൈനസ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത മാസം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്താലാണ് ഈ RCMൻ്റെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആകുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.